വളരെ വിശിഷ്ടമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ വലിയൊരു സമ്മേളനം നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ പ്രധാന ചർച്ച സത്യം, നീതി, സമാധാനം എന്നിങ്ങനെയുള്ള മൂല്യങ്ങളെ മുൻനിർത്തിയുള്ള വൈജ്ഞാനിക ചർച്ചകളാണ് ഇന്നിവിടെ നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യം എന്നും നിലനിൽക്കുന്ന ഒന്നിനെയാണ് നാം സത്യമെന്ന് പറയുന്നത്. ലോകത്ത് പല ദേശങ്ങളിലും പല കാലങ്ങളിലും ഒക്കെയായി അനേകം സത്യദർശികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാണപ്പെടുന്ന എണ്ണമറ്റ നാമരൂപങ്ങളോടുകൂടിയ ഈ പ്രപഞ്ച സംവിധാനത്തിന് കാരണമായി നിൽക്കുന്ന ഏകമായ ഒരു സത്യമാണ് ഉള്ളത്. ആ സത്യത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. എല്ലാ മതവിശ്വാസികൾക്കും സ്വീകാര്യമായ ഒരു പേര് ദൈവം എന്നാണ്. വിശ്വാസത്തിൻ്റെയും ഭാഷയുടെയും സങ്കല്പങ്ങളുടെയും വ്യത്യാസമനുസരിച്ച് പരബ്രഹ്മമെന്നോ അല്ലാഹുവെന്നോ പരിശുദ്ധാത്മാവെന്നോ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിലേക്കുള്ള ശരിയായ പാത നമുക്ക് തെളിയിച്ച് തന്നവരാണ് ലോകത്തുണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരും മഹാപ്രവാചകന്മാരുമൊക്കെ. ആ പ്രവാചക പരമ്പരയിൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഇപ്രകാരം സത്യദർശികളായ മഹത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ വന്നുപോയ പ്രവാചകന്മാർ ലോകത്തിന് നൽകിയ മഹത്തായ സന്ദേശങ്ങളെ പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു. മുഹമ്മദ് നബി തിരുമേനി ആ പരമ്പരയിൽ വന്ന് ചേർന്ന മഹാത്മാവാണ്. ഓരോ ഗുരുക്കന്മാരും പ്രവാചകന്മാരും അവരവർ അവതരിക്കുന്ന കാലത്തെ ഏറ്റവും പ്രാധാന്യമുള്ള മൂല്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് ശ്രീബുദ്ധൻ അഹിംസാധർമ്മത്തിന് പ്രാധാന്യം നൽകി. എന്തുകൊണ്ടെന്നാൽ യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും ഒക്കെ പേരിൽ ഇവിടെ ധാരാളം ഹിംസ നടമാടിയിരുന്നു. അതുകൊണ്ട് ബുദ്ധന് അഹിംസാധർമ്മത്തിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടി വന്നു. സ്നേഹരഹിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ അവതരിച്ച ക്രിസ്തുദേവന് സ്നേഹം എന്ന മൂല്യത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടി വന്നു. പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഖുറൈശികൾ എന്ന കച്ചവട സമൂഹത്തിൽ അവതരിച്ച മുഹമ്മദ് നബി തിരുമേനിക്ക് സാഹോദര്യം എന്ന മൂല്യത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടി വന്നു. ഇപ്രകാരം ഇവർ ഓരോ മൂല്യങ്ങൾക്കും ഊന്നൽ നൽകി എങ്കിലും ഇവ ഒന്നും തന്നെ പരസ്പരം വിരുദ്ധമായിട്ട് നിൽക്കുന്നതല്ല, പരസ്പര പൂരകമാണ്. സ്നേഹവും സാഹോദര്യവും അഹിംസയും സത്യവും എല്ലാ മതങ്ങളും ലോകത്തിന് നൽകിയിട്ടുള്ള വിശിഷ്ടമായ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ലോകത്ത് വർത്തിച്ചവരാണ് ഈ മഹാപ്രവാചകന്മാരൊക്കെ. ആ പ്രവാചക പരമ്പരയിൽ പ്രവാചകന്റെ പാത പിൻപറ്റിയ ഒരു മഹാത്മാവ് സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് വ്യത്യസ്തതകളുണ്ടാകാം. ഒരുപാട് വ്യാഖ്യാന
സാധ്യതകൾ ഉൾക്കൊള്ളുന്നതാണ് മഹാന്മാരുടെ വചനങ്ങൾ. അത് നമ്മുടെ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും ഉൾക്കൊള്ളണം എന്നില്ല. എങ്കിൽ പോലും അതിലുള്ളടങ്ങിയിരിക്കുന്ന മാനവികത, അതിലുള്ളടങ്ങിയിരിക്കുന്ന മനുഷ്യത്വം, ദയ, കാരുണ്യം, അതിൻ്റെ മൂർത്തിരൂപമായി അവതരിച്ച ഒരു സുൽത്താൻ്റെ നാമധേയത്തിൽ ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും ധാരാളം പേർ ഇവിടെ പ്രസംഗിക്കുവാനുണ്ട്. തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാർക്കും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുവാണ് ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചതെന്നും ഏഷ്യയിൽ ആദ്യമായിട്ടൊരു സർവമത സമ്മേളനം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശത്തോടുകൂടി പല മതസാരവും ഏകം എന്ന സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചു ചേർത്ത അദ്വൈതാശ്രമത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. എല്ലാ മതങ്ങളെയും തുല്യനിലയിൽ കാണുന്ന ഒരു മനോഭാവമാണ് അദ്വൈതാശ്രമം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മഹാത്മാവ് ശ്രീ സുൽത്താൻ പിന്തുടർന്നതും അത്തരം ജാതിമത ഭേദങ്ങൾക്കതീതമായി മാനവികതയിലും കാരുണ്യത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്നും ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ധന്യമായ സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.